ഹായ് ഗായ്സ്, നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഫാനൊക്കെ എന്നല്ലേ? രാവിലെ എണീച്ചപ്പോൾ ഫാനാണ്ട, പിന്നെ അതിൽ നിന്ന് അങ്ങ് തുടങ്ങി. അങ്ങനെ രാവിലെ എണീച്ച് വലിയ കാര്യത്തിൽ കർട്ടനൊക്കെ മാറ്റിയപ്പോൾ ഞാൻ ചെമ്മിപ്പോയി, ജനൽ തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ ആ ക്ഷീണം മാറ്റാൻ കുറച്ച് ഫ്രഷൊക്കെ ആയി മുഖമൊക്കെ കഴുകി വന്ന് കണ്ണാടി വിട്ടയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പട്ടിഷോ ഒക്കെ കാണിച്ച്, പിന്നെ ക്യാമറയിൽ കുറച്ച് പട്ടിഷോ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ. പിന്നെ നമുക്കെന്തുവാ, രാവിലെ എണീച്ച് ഫ്രഷായി കഴിഞ്ഞാൽ മെയിൻ കാര്യം സ്കിൻ കെയർ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ടോണർ എന്ന് പറയുമ്പോൾ റോസ് വാട്ടർ അടിച്ച് ഒന്ന് തുടച്ച് കഴിയുമ്പോഴത്തേക്കും മോയ്സ്ചറൈസർ, അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? അങ്ങനെ തന്നെ. ചില സമയത്ത് നാക്കുടക്കും, മൈൻഡ് ചെയ്യണ്ട. അതൊക്കെ തേച്ച് കുറച്ച് നേരം അതൊക്കെ തേച്ച് വെച്ച് പണി കഴിഞ്ഞു. അതൊക്കെ വെച്ച് തേച്ചിട്ട് കുറേ നേരം ഇങ്ങനെ നിൽക്കും, കണ്ണട മുമ്പി എങ്ങനെയുണ്ടോ നോക്കാൻ. കുറച്ച് കൂട്ട്നെസ്സൊക്കെ നമ്മൾ വാരി വിതറും. നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ട, ഇട്ടേക്കോ, പാവം കൊച്ചല്ലേ. അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ചുണ്ട് കുറച്ച് ലിപ് ബാമൊക്കെ തേച്ച് നമ്മളങ്ങോട്ട് ഇറങ്ങും. ഇതൊക്കെ കാണുമ്പോൾ ഉമ്മ ചോദിക്കും, നീ എന്തുവായി രാവിലെ കോപ്രായങ്ങളൊക്കെ കാണിക്കും? നമ്മളത് മൈൻഡ് നിൽക്കരുത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം മുടിയൊക്കെ ഇട്ട് സെറ്റാവും. മുടിയൊന്നും ഇല്ല, എല്ലാം പൊഴിഞ്ഞു പോയി. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ മുടിയുടെ ടിപ്സ് അല്ലെങ്കിൽ അറിയാൻ പറഞ്ഞാൽ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം വീടൊക്കെ ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന പരിപാടി കേട്ടോ. അങ്ങനെ വീടൊക്കെ വൃത്തിയാക്കി ഒന്ന് തൂത്തു. സെയിം പരിപാടി തന്നെ. വീട് തൂക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ നമ്മൾ വീട്ടിൽ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീട് കാണണ്ടേ? നിങ്ങളില്ലെങ്കിൽ ചോദിക്കും ഞാൻ പുളി ഓടിക്കുമെന്ന്. ഇല്ല, വീട് നന്നായിട്ട് വൃത്തിയൊക്കെ ആക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ മീൻ പിടിക്കാൻ പറഞ്ഞ് വെച്ചിട്ടാണ് പോയത്, പുറത്തോട്ട് പോയത്. അങ്ങനെ മീനൊക്കെ പിടിക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് ചോറ് ചൂടാക്കാൻ വെച്ച സമയത്ത് ഞാൻ ചുമ്മാ പുറത്തോട്ട് നോക്കി വായി നോക്കിക്കൊണ്ട് നിന്ന്. അത് കഴിഞ്ഞ് ഭയങ്കര ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞ് പിന്നെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറൊക്കെ ചൂടായി, മീനൊക്കെ പൊരിച്ചുകൊണ്ടപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാമെടുത്തു. ഫുഡൊക്കെ കഴിച്ചില്ല. ഫുഡ് എൻ്റെ ഉമ്മ എപ്പോഴും പറയും, ഫുഡ് കഴിക്കുമ്പോൾ ടി വി കാണില്ലേ. പക്ഷെ എനിക്ക് ടി വി കണ്ടുകൊണ്ട് ഫുഡ് കഴിച്ചില്ല എനിക്ക് ഒരു സുഖമില്ല. എന്നും കേൾക്കും എനിക്ക് ഉമ്മയുടെ വായിന്ന്. പിന്നെ കേട്ടിട്ട് നമ്മളത് പിന്നെ മൈൻഡ് ചെയ്യാതാവും. പിന്നെ ഉമ്മാക്കും ചെയ്യും, ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഉമ്മ ഇപ്പോൾ അങ്ങനെ പറയാറുമില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൊറിയർ വന്നു. അങ്ങനെ അത് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് പൊട്ടിച്ചുകൊണ്ടിരുന്നു. ക്യാമറയിൽ നോക്കി ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാട്ടോ. അതെനിക്ക് ഇന്നലെ മനസ്സിലായി. ഇതിങ്ങോട്ട് ക്യാമറയിൽ നോക്കിയിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. അവസാനം ഞാൻ എന്ത് ചെയ്ത്, ക്യാമറയൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് പൊട്ടിക്കാൻ തുടങ്ങി. പൊട്ടിച്ച് വന്നപ്പോഴാണ് സാധനം എന്താണെന്ന് മനസ്സിലായത്. ഞാനൊരു സാധനം മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു. വേറെ ഒന്നുമല്ല, ഒരു സൺസെറ്റ് ലാമ്പ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ചുമ്മാ കൊള്ളാമെന്ന് അറിയാൻ വേണ്ടി കയറി ഓർഡർ ചെയ്ത സംഭവം. കൊള്ളാം കേട്ടോ, നല്ല സാധനമായിരുന്നു. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് നോക്കി, അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കി, ഫ്രീ ആയിട്ട് എല്ലാം തന്നോന്നൊക്കെ നോക്കി. ദുഷ്ടന്മാരൊന്നും തന്നില്ല, സാധനം മാത്രമേ തന്നുള്ളൂ. വിത്ത് മീ എടുക്കാൻ കേട്ടോ, സമയമില്ല. 2 മണിക്ക് സിനിമയ്ക്ക് പോകണം. പെട്ടെന്ന് പോയിട്ട് വരാം, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി. അങ്ങനെ പെട്ടെന്ന് മുടിയൊക്കെ ചീപ്പി. അങ്ങനെ സമയമില്ലാത്തതുകൊണ്ട് മുടിയിൽ അങ്ങനെ കലാവിരുദ്ധം ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് മുടിയൊക്കെ വാരി കെട്ടി ടോണറൊക്കെ അടിച്ച് സെറ്റായിരുന്നപ്പോഴാണ് അടുത്ത പണി. മോയ്സ്ചറൈസറിൻ്റെ അടപ്പ് തുറക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ സമയമില്ലാത്ത സമയത്താണോ നമുക്ക് പണിയൊക്കെ ഏത് വഴി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ബസ്സും കാറൊക്കെ പിടിച്ചെങ്കിൽ വരും. ഞാനത് തുറക്കാൻ പാടുപെടുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് തുറക്കുന്നതിൻ്റെ പാടാണ് എൻ്റെ മുഖത്ത് വീഴുന്ന എക്സ്പ്രഷൻസ്. അങ്ങനെ അതൊക്കെ തുറന്ന് മുഖത്ത് മോയ്സ്ചറൈസറൊക്കെ തേച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, മൈൻഡ് ഉണ്ട്. ആദ്യമായിട്ടായതുകൊണ്ട് ഫസ്റ്റ് വ്ളോഗല്ലേ, അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ ഐലൈനർ വരയ്ക്കാൻ പോവാണ്. ഫോണിൽ നോക്കി ഐലൈനർ വരയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും, നമ്മൾ നേരെ ഇത് ഗൈസ് എങ്ങനെയുണ്ട്, ശരിക്കും മിക്സ് ചെയ്തായിട്ടാണ് ഇടുന്നത്. ഒന്ന് ഡാസ്ലറിൻ്റെ ഇത് ഷെയ്ഡ് നമ്പറൊന്നും എനിക്കറിയണ്ടോ, തീർന്നു.
കാര്യം തീരുമാനമായി. മീശേത വന്നു തുടങ്ങി. ശരിയാ സമയമായി. ഇത് ഏതോ ഒരു ബ്രാൻഡ്, ഞാൻ മറന്നും പോയി, എൻ്റെ പേരൊക്കെ മറന്നുപോയി. ബ്ലൂ ഹെവനാന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഇടുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സമയമില്ലാത്ത സമയത്ത് എന്നെ കൊണ്ട് എല്ലാം ഞാൻ ഭയങ്കര ഫാസ്റ്റായിരിക്കും. എന്നെ കൊണ്ട് ചെയ്യുന്നതൊന്നും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. ലിപ്സ്റ്റിക് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലാന്നൊക്കെ ഇരിക്കുക. അപ്പോൾ നമ്മളതൊന്നും ഞാൻ മൈൻഡ് അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ എന്നുള്ള കാര്യമേ മറന്നുപോയി. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ കിട്ടി. എനിക്കിതിൻ്റെ ഇടയ്ക്ക് 100 കോൾ വരുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ. സിനിമയ്ക്ക് സമയമായി. സിനിമ 2 മണിക്ക് സിനിമ. ഞാൻ 1:55 ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അതൊക്കെ ഇട്ട് 100 കോൾ വരുന്നുണ്ട്. ഒന്നും ഞാൻ എടുക്കാതിരിക്കുക. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് തൽക്കാലം ഇട്ടാണ്. മെയിൻ പ്രോബ്ലം എന്താണെന്നറിയൂ, എൻ്റെ വാച്ച് കാണുന്നില്ല. നമുക്ക് പോയിട്ട് വരാം. എൻ്റെ വാച്ച് കിട്ടിയില്ല. പോയിട്ട് വരാം. എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്നല്ല, ഞാൻ ചെന്നപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ സിനിമ തുടങ്ങുന്നേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അവരെന്നെ ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ തിയേറ്ററിൽ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് കാറിൽ കയറി ഫ്രണ്ട്സായിട്ട് ചുമ്മാ ഒന്ന് കറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഒരു പോസ്റ്റ് കിട്ടി. അങ്ങനെ ആ പോസ്റ്റൊക്കെ കഴിഞ്ഞ് കുറേ നേരം കറങ്ങിയതിന് ശേഷം നേരെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയപ്പോഴാണ് ഒരു സമാധാനമായത്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ വാരി കെട്ടിയപ്പോഴത്തേക്കും സ്വസ്ഥം. അതൊരു ഫീലാണ്. നമ്മളിവിടെ പുറത്ത് വിട്ടുന്നുണ്ട് മുടിയൊക്കെ വാരി കെട്ടി ഡ്രസ്സൊക്കെ മാറുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു സെറ്റായിട്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ എൻ്റെ കുറച്ച് കൂട്ട്നെസ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, വിട്ടിക്കോ. അത് കഴിഞ്ഞ് പിള്ളേർ വന്നപ്പോൾ പിള്ളേർ മറ്റേ ലൈറ്റിൻ്റെ കാര്യം ചോദിച്ചു. അങ്ങനെ പിള്ളേർക്ക് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് പിള്ളേരുടെ കൂടെ കുറച്ച് നേരം നമ്മൾ ചില്ല് ചെയ്തു. ലൈറ്റൊക്കെ ഇട്ട് ചില്ല് ചെയ്തതിന് ശേഷം ഉമ്മ എന്നെ വിളിച്ച് ചായ കുടിക്കാൻ വിളിച്ച്. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് അമ്പലത്തിൽ ഉത്സവം. അപ്പോൾ അതിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ ഉമ്മ രാത്രിയിലത്തേക്ക് ഇടിയപ്പം, ചപ്പാത്തി, പിന്നെ ഉമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം പൊറോട്ട വെച്ചിട്ട് ഉമ്മ പുട്ടുണ്ടാക്കാൻ ട്രൈ ചെയ്തതാണ്. അതിൻ്റെ കലാപരിപാടികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കലാപരിപാടികളാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് എൻ്റെ ഉമ്മ കാണിക്കുന്നതിനൊക്കെ പറയുന്നുണ്ട് ഉമ്മ ഒരു നാണക്കാരി. അങ്ങനെ ഉമ്മ അതെടുത്ത് ആവി കയറ്റാനൊക്കെ വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മുകളിലോട്ട് പോയി. മുകളിലാണ് എൻ്റെ ഇത്താക്ക താമസിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ കുട്ടീസിനെയൊക്കെ കണ്ടു. അടുക്കള ചെന്നപ്പോൾ എനിക്കൊരു ഐസ്ക്രീം കിട്ടി. അങ്ങനെ അതൊക്കെ കഴിച്ച് ഉമ്മയുടെ വെറൈറ്റി സംഭവങ്ങളൊക്കെ റെഡിയായി. അത് പിന്നെ ഞാൻ കഴിച്ചത് ഇടിയപ്പവും കിഴങ്ങറിയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ പിന്നെ സ്കിൻ കെയറിലോട്ട് കടന്നു. മുഖമൊക്കെ കഴുകി, പ്രത്യേകിച്ചൊന്നുമില്ല, മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷാക്കി നൈറ്റ് ഒരു നൈറ്റ് ക്രീമൊക്കെ ഇടും. ഒറ്റ പരിപാടിയുള്ളൂ. നൈറ്റ് കെയറൊക്കെ ഇട്ടിട്ട് മുഖത്തിന് ചെറുതായിട്ട് ജെന്റ്ലി ഒരു മസാജൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ജോ ലൈൻസൊക്കെ വരുമെന്നാണ് പറയുന്നത്. നോക്കാം. കുറേ നാൾ കൊണ്ട് ചെയ്യുന്നുണ്ട്. ചെറിയൊരു മാറ്റമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്ത് മുടിയൊക്കെ ഒന്ന് ചീവി ഒതുക്കി കെട്ടി വെക്കാനുള്ള കലാപരിപാടികളാണ് ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ ചെയ്ത് സെറ്റായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നു. എനിക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ.